ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഇന്ന് എലി, പല്ലി, പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താനുള്ള 2 കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്കതിനായിട്ട് തൈരാണ് വേണ്ടത് കേട്ടോ. തൈര്, അതേപോലെ തന്നെ വിനിഗർ, പാരസെറ്റാമോൾ ഗുളിക, ഇത് 3 മാത്രം മതി നമുക്ക് എലിയെയും പല്ലിയെയും പാറ്റയും എല്ലാം ഒന്നിച്ച് തുരത്താം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 പാരസെറ്റാമോൾ ഗുളികയാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് ആകുമ്പോഴത്തേനും അധികം പുളിപ്പുമില്ല. അപ്പോൾ എലിയാണേലും പല്ലിയാണേലും എല്ലാം ഇത് നക്കി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വിനിഗർ ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ പുളിപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തൈര് എടുത്തത്. അപ്പോൾ തൈരാകുമ്പോൾ അതിന് പുളിപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനകത്തു നിന്നുള്ള എണ്ണയുടെ ആ ഒരു മണവും പാലിൻ്റെ ഒരു മണവും കൊണ്ട് ഇതെന്തായാലും കഴിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് കുറച്ച് വിനിഗർ ഒഴിച്ചു കൊടുക്കുക. വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പല്ലി, പാറ്റ അവർക്ക് ഇത് നക്കി കഴിക്കുമ്പോഴത്തേനും വയറ്റിനകത്തൊരു പുകച്ചിലുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ പരിസരത്തോട്ട് വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് പാരസെറ്റാമോൾ ഗുളികയാണ്. അത് കാരണം ചത്തുപോകും. ഇത് കഴിച്ചിട്ട് അത് പോയി ചത്തോളും. കാരണം വീട്ടിനകത്തൊന്നും ചാവത്തില്ല. അത് വെപ്രാളം എടുത്തിട്ട് അത് പുറത്തോട്ട് ഓടിക്കോളും. അപ്പോൾ അങ്ങനെ പോയി ചത്ത് കിടന്നു. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പാരസെറ്റാമോൾ ഗുളിക ചേർക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇത് വെണ്ണയുടെ മണവും അതേപോലെ പാലിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഒന്നും കഴിക്കാതെ പോകത്തില്ല. എല്ലാം അത് വേസ്റ്റാക്കാതെ തന്നെ നമുക്ക് ഫുള്ള് കഴിച്ചതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഇപ്പോൾ 2 പാരസെറ്റാമോൾ ഗുളിക ഞാനൊന്ന് പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതത്രയും നമുക്ക് മതിയാവും. കാരണം അത് നക്കി കുടിക്കത്തേ ഉള്ളൂ. അപ്പോൾ കട്ടിക്ക് തന്നെ ഇരിക്കുകയുണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ആ ഗുളികയും അതേപോലെ വിനിഗറും ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഇതേപോലത്തെ പഴയ അടപ്പ്, ഐസ്ക്രീം പാട്ടയുടെയൊക്കെ അടപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മൂടിയിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റ, പല്ലി ശല്യം, എലി ശല്യം അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലാണല്ലോ ഇതിൻ്റെയൊക്കെ ശേഖരം. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് രാത്രി സമയത്ത് അത് പമ്മി വന്ന് കഴിക്കാനും ഒക്കെ ചാൻസ് ഉള്ളത് അവിടെയാണ്. പല്ലിയാണേലും എലിയാണേലും വീട്ടിനകത്തൊക്കെ കയറുന്ന എലികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മുറ്റത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. മുറ്റത്ത് ഇതേപോലെ രാത്രി സമയത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുറത്ത് ഉള്ള ഇഴജന്തുക്കളോ എലിയോ പെരിച്ചാഴിയോ എന്താ വേണേലും വന്ന് നക്കി അത് കഴിച്ചിട്ട് പൊയ്ക്കോളും. അപ്പോൾ അതുകൊണ്ട് 2 മൂടിയിലായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തായിട്ടും അതുപോലെ മുകൾ ഭാഗത്തായിട്ടും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ധാരാളം. ഒരു മൂടിയിലുള്ളത് മാത്രം മതിയാകും. ഇതിപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്തായാലും അതവിടെ വന്നിരുന്ന് പമ്മിയോ അത് വന്ന് കഴിച്ചോളും. അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തും വെച്ച് കൊടുക്കുക കണ്ടോ. അപ്പം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കിട്ടും. ആ ഭാഗത്തൊന്നും പിന്നെ പല്ലി, പാറ്റ ശല്യമേ കാണില്ല. അതങ്ങ് അതൊക്കെ കഴിച്ചിട്ട് അതങ്ങ് വെപ്രാളം പിടിച്ച് വിടുന്നങ്ങ് പൊയ്ക്കോളും. അതേപോലെ അടുത്ത ടിപ്പാണ് കടുകാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് മെയിനായിട്ടുള്ളത് കടുകാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ബാഡ് സ്മെല്ല് ഒഴിവായി കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലാണേലും കിച്ചണിലാണേലും നമ്മൾ മീനും ഇറച്ചിയൊക്കെ വറുത്ത ഒരു സ്മെല്ല് ഇല്ലാതാവാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ വാഷ് ബേസിൻ്റെ അവിടെ എവിടെയൊക്കെയാണോ നമുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഹാളിലോ നല്ലൊരു മണമാണിത്. കടുക് നമുക്കതിന് കടുക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നല്ലോണം കിട്ടും കടുകിന്. അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേപോലെ കളയുന്ന ടിന്നുകളുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കാം. ഈ ടിന്നിനകത്ത് ഞാൻ മുകൾ ഭാഗത്ത് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടക്കമ്പി വെച്ച് ഒരു 3-4 ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതിനകത്തോട്ട് ഈ പൊടിച്ച കടുക് ഇട്ട് കൊടുക്കാം.
അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പല്ലിയൊന്നും വരത്തില്ല കേട്ടോ. കടുകിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് കിച്ചണിലൊന്നും പല്ലിയൊന്നും വരത്തില്ല. അതുമാത്രമല്ല ഒരു ബാഡ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇത് കുറേ ദിവസത്തേക്ക് ഇതേപോലെ തന്നെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ കടുക് പൊടിച്ചത് മാത്രമായിട്ടും വെച്ച് കൊടുക്കാം. ഇതിപ്പം ഞാൻ അതിനകത്തോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ കംഫർട്ടുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ലോണം കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ കംഫർട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു സ്വല്പം മാത്രം ഒഴിച്ചാൽ പോരാ, നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും. ഇതിൻ്റെ മണം അതിനകത്ത് നിൽക്കും. പിന്നെ ബേക്കിംഗ് പൗഡർ അറിയാലോ, ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടാനും അതേപോലെ തന്നെ കടുകാണേലും ആ ഒരു എഫക്റ്റ് വെച്ചിട്ട് മറ്റുള്ള ഈ പല്ലി പാറ്റ ഒന്നും വരില്ല. പിന്നെ സ്മെല്ല് എല്ലാം പോയി കിട്ടും. അപ്പം കിച്ചണിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ ബാത്റൂമിലും വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഹോളിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമുക്ക് കംഫർട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ. വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയാൻ പാടില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ. ഇത് ഒഴിച്ചപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ കടുകിനകത്തും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പം തന്നെ പിന്നെ പറയണ്ടല്ലോ, ആ സ്മെല്ല് അതിനകത്ത് നിൽക്കും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് കിച്ചണിലോ പുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. ഹാളിലോ ബാത്റൂമിലോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത്. ഞാനിപ്പോൾ ഞാൻ കാണിച്ചത് ഉണ്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ടിന്നില്ലെങ്കിൽ നമുക്ക് പഴയ വലിയ ടിന്നൊക്കെ ഉണ്ടല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ട് കളയുന്നത്. ഇതേപോലത്തെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ആക്കാം കേട്ടോ. തോനെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ആക്കിയിട്ട് ഇതേപോലെ പേപ്പർ ഇട്ടിട്ട് മുകളിൽ ഹോളിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ഇരുന്നോളും. നല്ലൊരു മണം പുറത്തോട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ടിന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് എടുത്തത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കിച്ചണിൽ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ 2 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.